122 സുമ്മജ്തബാഹു റബ്ബുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മജ്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദാ. قال اهبطا منها جميعا بعضكم لبعض عدو فإما يأتينكم مني هدى فمن تبع هداي فمن اتبع هداي فلا يضل ولا يشقى ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربي ولعذاب الآخرة أشد وأبقى. അപ്പോൾ ഇബ്ലീസിൻ്റെ കൂടെ മനുഷ്യനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവമാണ് കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചത്. ഖുർആനിൽ 5-8 സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും അതിൻ്റെ മുമ്പ് സൃഷ്ടിച്ചതും മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടതും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും അവിടെ ഇബ്ലീസ് പിഴപ്പിക്കാൻ ചെന്നതും അങ്ങനെ ആദം സ്വർഗത്തിൽ വെച്ച് പിഴച്ചു പോയതും അള്ളാഹുവിനെ എതിർത്ത് പ്രവർത്തിച്ചതും അതു കാരണത്താൽ ഭൂമിയിലേക്ക് പോരേണ്ടി വന്നതുമെല്ലാമുള്ള സംഭവം. ഇതിൽ ഒരു യുക്തിയോടുകൂടി ചിന്തിക്കുന്ന ആളിന് എന്തിനാണിപ്പോൾ അങ്ങനെയൊക്കെ അള്ളാഹു തആല ഉണ്ടാക്കിയത്? ആരും തന്നെ ഇബ്ലീസിനെ അവിടെ കണ്ടാച്ചാൽ പോരെ, സ്വർഗത്തേക്ക് എങ്ങനെയാണ് ഇബ്ലീസ് കടന്നത്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ പല ആളുകളും ഖുർആനിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഇബ്ലീസ് സ്വർഗത്ത് കടക്കൂല എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇബ്ലീസിൻ്റെ ഒപ്പം കൂടിയാലും സ്വർഗത്ത് കടക്കൂല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇബ്ലീസ് എങ്ങനെ സ്വർഗത്തിൻ്റെ ഉള്ളിലെത്തി അതിനെ പിന്നെ പഴപ്പിക്കാൻ? അപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇബ്ലീസ് സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, അതിൻ്റെ വാതിൽക്കലേ എത്തിയിട്ടുള്ളൂ, എന്നിട്ട് ആദമിനെ വിളിച്ച് പഴപ്പിച്ചതാണ്, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ ഈ ശരീഅത്ത്, അള്ളാഹുവിൻ്റെ ശരീഅത്ത്, സ്വർഗം നരകം, അതിലേക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങൾ, നരകത്തിൽ പ്രവേശിക്കുന്ന കാര്യങ്ങൾ, ഇതാ ഈ നിയമങ്ങൾ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു തആല അമ്പിയാക്കന്മാരിൽ കൂടി പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പ് കാലഘട്ടത്തിലുള്ള ആലമുൽ ഗൈബിലുള്ള അദൃശ്യ ലോകത്തുള്ള സംഭവങ്ങളാണ്. അതിൽ നമ്മൾക്കതിൽ ഒരു നിലക്കും ആ നിലക്ക് അവിടെ എന്തിനാ അള്ളാഹ് അങ്ങനെ ചെയ്തു, എന്തിനെയാണ് സുജൂദ് ചെയ്യിപ്പിച്ചു, എന്തിനാ ഇബ്ലീസിനെ ആ കൂട്ടത്തിൽ, മലക്കുകളെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഇട്ടു, ഇത്ര വലിയ മോശക്കാരനാണെങ്കിൽ അള്ളാഹ്ക്കൊന്നും അറിയില്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നേരെ മറിച്ച് സൂറത്തു ആല ഇമ്രാനിൽ പറഞ്ഞ കാര്യം കഴിഞ്ഞ
ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, നമുക്ക് മനസ്സിലാവാത്തതും നമ്മൾക്കുടെ യുക്തിക്ക് നിരക്കാത്തതുമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ആമന്ന കുല്ലുമിൻ ഇന്ത്യ റബ്ബിന, അത് അള്ളാഹ് അങ്ങനെ ചെയ്തു, അള്ളാഹുവിങ്കൽ നിന്നാണ് ആ കാര്യം, നമ്മളത് അങ്ങനെ അംഗീകരിക്കുന്നു. ഇതിൻ്റെ അപ്പുറം നമ്മൾ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ഈ ചരിത്രം, ആദമിനെ സൃഷ്ടിച്ചു, മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, പിന്നീട് ഇബ്ലീസ് അതിൽ നിന്ന് മാറി നിന്നു, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു, സ്വർഗത്തിൽ ആദമിനെ പ്രവേശിപ്പിച്ചു. പിശാച്ച് അവിടെ ഒരു മരം കാണിച്ചു കൊടുത്ത് അള്ളാഹ് തിന്നരുത്, വലാ തഖറബാ ഹദീഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞു. പിന്നെ പിശാച്ച് അത് തീറ്റിപ്പിച്ചു. അപ്പോൾ അവരുടെ ഔറത്ത് വെളിപ്പെട്ടു, അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനാണ്. അതെന്താണ് ആ സംഭവത്തിലുള്ളത്? ഒന്ന്, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ശത്രു ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഒന്നാണ്. അതിൻ്റെയും മുമ്പ് സുജൂദ് ചെയ്യിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. 4 കാര്യം വെച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുകയാണ്. ഈ 4 കാര്യവും മനുഷ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒത്തീൻ എന്ന് പറഞ്ഞാൽ അത്തിമരം. അതായത് അത്തിമരം കായ്ക്കുന്ന നാട്ടിലാണ് പ്രവാചകന്മാർ, ഇസ്രായേലി പ്രവാചകന്മാർ ഭൂരിപക്ഷവും വന്നത്. ആ പ്രദേശങ്ങളിലാണ്, ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഷാമിൻ്റെ ആ പ്രദേശങ്ങളിൽ. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രതീകമായിട്ടാണ് അല്ലാഹു തആല അത്തിമരത്തെ ഒരു മരം എന്നുള്ളതല്ല, അത്തിനേക്കാളും നല്ലതല്ല ആപ്പിൾ മരം. അങ്ങോട്ട് സത്യം ചെയ്യാതിരുന്നത് എന്താ? അതായത് ആ പ്രദേശത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചരിത്ര വസ്തുതകളും അതിനെ ചുറ്റിപ്പറ്റി ജീവിച്ച പ്രവാചകന്മാരുടെയും സമൂഹത്തിൻ്റെയും അവസ്ഥകൾ നമുക്ക് സത്യം ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു. അല്ലാഹു തആല സത്യം ചെയ്യുന്നതൊക്കെ വളരെ ചരിത്ര പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ പിന്നെ പ്രാപഞ്ചിക പ്രാധാന്യമുള്ളതോ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, അതൊക്കെയുള്ള വന്യജീവി ഇതാവ സത്യം ചെയ്യൽ അതിൽപ്പെട്ടതാണ് വത്തീൻ. പിന്നെ സെയ്ത്തൂൺ, അതും മറ്റൊരു വൃക്ഷമാണ്. സെയ്ത്തൂൺ ഈ പ്രദേശത്ത് തന്നെയുള്ള പ്രവാചകന്മാർ, ഇസ്രായേലി പ്രവാചകന്മാർ ജീവിക്കുകയും വളരുകയും തിന്നുകയും കുടിക്കുകയും ചെയ്ത, അവരെ അംഗീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ജെയ്ത്തൂൺ വൃക്ഷവും ജെയ്ത്തൂൻ കായയും ഒക്കെ തന്നെ. അവരുടെ ഭക്ഷണവും അവരുടെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും അവരുടെ എണ്ണയും അവരുടെ കൂട്ടാനും ഒക്കെയാണ് ജെയ്ത്തൂൺ. അപ്പോൾ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. തൂരി സീനീൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമൂഹത്തിൻ്റെ പ്രമുഖനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഈ നുബുവത്ത് കൊടുത്തതും ഫിറഔൻ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് തൂരി സീനീൻ. ഫറോവ ചക്രവർത്തിമാരെ നശിപ്പിക്കാൻ കാരണമായ ആ പ്രബോധന പ്രവർത്തനങ്ങൾക്കൊക്കെ ഉറവിടമായിട്ടുള്ളത് തൂരി സീനാ പർവ്വതമായിരുന്നു. അപ്പോൾ അതും തൂരി സീനാ പർവ്വതം, സീനാ പർവ്വതം, അതും അല്ലാഹു സത്യം ചെയ്തു. പിന്നീട് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യൻ്റെയും വിശ്വാസവും അവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയമായ രാജ്യം എന്ന് പറയുന്ന മക്ക രാജ്യം. അത് അന്നും ഇന്നും നിർഭയമാണ്. നിർഭയമായി കൊണ്ട് തന്നെ നിലനിൽക്കും. ഖിയാമത്ത് നാളിൻ്റെ തൊട്ട് മുമ്പ് അവിടെ നാശങ്ങളുണ്ടാകും എന്ന് പിന്നീട് ഹദീസുകളിൽ കാണാം. അപ്പോൾ നിർഭയമായി ലോകത്ത് പിന്നീട് നിലനിന്ന ഏറ്റവും വലിയ അക്രമികളുടെ രാജ്യമായിരുന്ന മക്ക നിർഭയമായി പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തിയതിന് ശേഷം നിലനിന്നു. അപ്പോൾ ആ 4 കാര്യവും വെച്ച് അല്ലാഹ് സത്യം ചെയ്യുന്നത് എന്താ? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല സംവിധാനത്തിലാണ് സൃഷ്ടിച്ചത് എന്ന്. അതായത് നമ്മളെ കോലും ചേലും എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. നമ്മളെക്കാളും സൗന്ദര്യമുള്ള സൃഷ്ടികളും ജീവികളൊക്കെ ഉണ്ടല്ലോ ഭൂമി. പക്ഷേ ഒരു മനുഷ്യന് വളരാനും വളർച്ചാനും അള്ളാഹുവിനെ ആരാധിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കി വെച്ചുകൊണ്ടുള്ള ഒരു ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പം മലക്കുകളെക്കാളും ഉന്നതമായ ഒരു സ്ഥാനം അല്ലാഹു തആല ആദമിൻ്റെ ചരിത്രത്തിൽ കൂടി
അഹ്സനു തഖ്വീം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? മലക്കുകളെക്കാളും ഉന്നതമാണ് നമ്മൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുമ്പോൾ നമ്മളെ സൃഷ്ടാവായ അള്ളാഹല്ലേ. ഇവിടെ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം സാഷ്ടാംഗം ചെയ്യിപ്പിച്ചപ്പോൾ മലക്കുകളെക്കാളും ഉന്നതമായ സ്ഥാനം മനുഷ്യനുണ്ട്. മിറാജ് രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിക്കൊണ്ടുപോയിട്ട് നബിയേക്ക് കയറി ചെന്ന സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്കാണ്, ഉയരത്തിലേക്കാണ് നബിയെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പം മനുഷ്യന് മലക്കുകളെക്കാളും അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളെന്തിനാണ്, എന്നെ അത്രയധികം അല്ലാഹ് ആദരിച്ചോനാണ് ഞാനങ്ങനെ താവാൻ പാടില്ല, ഞാനൊരു മോശക്കാരനാവാൻ പാടില്ല, ഞാൻ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാവാൻ പാടില്ല, അള്ളാഹ് ബഹുമാനിച്ചവനാണ് എന്ന് നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഇരിക്കണം. അതിനാണത് അള്ളാഹ് പറയുന്നത്. നമുക്ക് അള്ളാഹു തന്ന ആ സ്ഥാനത്ത് നമ്മൾ ഇരിക്കണം. അതെങ്ങനെയാണ്? അല്ലാഹു തആല നമ്മൾ ഇരുത്തുന്ന സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ ആരെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്ത സ്ഥാനം എന്താണെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിലുള്ളത്. അതായത് ആർക്കെങ്കിലും അള്ളാഹിൻ്റെ അടുക്കൽ നമ്മളെ സ്ഥാനം ഏതാണെന്ന് അറിയാൻ നമുക്കിപ്പോൾ അറിയില്ലോ. പഠിച്ചോ മരിച്ചെന്നാൽ നമ്മളെ ഏത് സ്ഥാനത്ത്? അമ്പിയാക്കന്മാരുടെ സ്ഥാനമുണ്ട്, ഔലിയാക്കളുടെ സ്ഥാനമുണ്ട്, സിദ്ദീഖുകളുടെ സ്ഥാനമുണ്ട്, അതിന് താഴെയുള്ളവരുടെ സ്ഥാനമുണ്ട്. നമ്മളെ സാധാരണക്കാർക്കൊരു സ്ഥാനം അല്ലാഹു തആല സ്വർഗത്തിൽ ഓരോരുത്തർക്കും സ്ഥാനം നിർണ്ണയിച്ചിട്ടുണ്ട്. നമ്മളെ സ്ഥാനം ഏതായിരിക്കും? അമ്പിയാക്കന്മാരുടെ അത്ര ഉയരത്തിലേക്ക് എത്തുമോ? അത് അറിയണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നബി പറയാണ്, എന്താ? അള്ളാഹുവിന് നമ്മൾ കൊടുത്ത സ്ഥാനം ഏതാന്ന് നമ്മൾ മനസ്സിലാക്കുക. പടച്ചോന് നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന സ്ഥാനം ഏതാണോ ആ സ്ഥാനമായിരിക്കും അല്ലാഹു തആല നമുക്ക് അവിടെ തരുക. അപ്പോൾ ആ സ്ഥാനം നമ്മൾ ഇരിക്കേണ്ടിടത്ത് നമ്മൾ ഇരിക്കുകയും നമ്മളുടെ സ്ഥാനം നമ്മൾ അറിയുകയും ചെയ്യുക. ഇതാണ് ഈ ചരിത്രം അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തേത്, അല്ലാഹു തആല മനുഷ്യന് തെറ്റ് ചെയ്താൽ എത്ര വലിയ ആളാണെങ്കിലും, ഏതുവരെ വലിയവൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് പ്രവാചകന്മാരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. പക്ഷേ ഒരു നബിയാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ നിന്ദ്യത അനുഭവിക്കേണ്ടി വരും എന്നൊരു പാഠം ഇതിലുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനോട് വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബൽ ഫനസിയ വലം നജിദ് ലഹു അസ്മ, അത് നമ്മൾ തുടങ്ങിയതല്ലോ. ആദമിലേക്ക് നാം ഒരു കരാറെടുത്തു. കരാറ് ആദം മറന്നുപോയി. വലം നജിദ് ലഹു അസ്മ, കരാറനുസരിച്ച് പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് ആദമിനുണ്ടായില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? ആദമാണ് വലിയ ആളാണ്, ആദ്യത്തെ മനുഷ്യനാണ്, മനുഷ്യൻ്റെ പിതാവാണ്, നബിയാണ് എന്നൊന്നും അല്ലാഹ് നോക്കിയില്ല. തെറ്റിനുള്ള ശിക്ഷ അല്ലാഹു തആല കൊടുത്തു. അത് നമുക്കൊക്കെ കിട്ടും. തെറ്റ് ചെയ്തവനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഈ ജീവിതത്തിൽ എന്ന് ആദമിൻ്റെ ചരിത്രത്തിൽ കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മൂന്നാമത്തേത് അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നത് മനുഷ്യൻ ദുർബലനാണ് എന്ന്. മനുഷ്യന്മാർ, കാരണം അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് കരാറ് വാങ്ങി ആ മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ച് ബഹുമാനിച്ച ആദം അള്ളാഹുമായി കരാറ് വാങ്ങിയിട്ട് വലാ തഖറബാ ഹദീസ ജറത ഫതകൂന മിനൽ ളാലിമീൻ എന്ന കരാറ് വാങ്ങി, നിങ്ങൾ ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുത് എന്നും പറഞ്ഞ് ആയിക്കോട്ടെ പോവില്ല, ഞങ്ങൾ സ്വർഗത്ത് ജീവിച്ചോളാമെന്നും പറഞ്ഞ് കരാറ് വാങ്ങിയിട്ട് അവിടെ തന്നെ സ്വർഗത്തിൽ കടന്നിട്ട് പോലും പിശാച്ച് ഒരു ചെറിയ പ്രലോഭനം നടത്തിയപ്പോൾ ആദം പോലും പിശാച്ചിൻ്റെ പറ്റിക്കലിൽ കുടുങ്ങിപ്പോയില്ലേ, പെട്ടുപോയില്ലേ? അപ്പോൾ പിന്നെ നമ്മളോ? അപ്പം നമ്മൾ വളരെ ദുർബലനാണ്. എത്ര വിവരം ഉണ്ടായിട്ടോ, എത്ര പാരമ്പര്യം ഉണ്ടായിട്ടോ, എത്ര കഴിവുണ്ടായിട്ടോ കാര്യമില്ല. മനുഷ്യൻ ദുർബലനാണ്. വഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ പെട്ടെന്ന് മനുഷ്യന് പോയിച്ച് ഒരു ചെറിയ ഒരു താല്പര്യത്തിന് വേണ്ടി, ഒരു ചെറിയ ഒരു അവിവേകം കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ഒരു വികാരം കൊണ്ട് മനുഷ്യൻ അവൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി പോകും. ഏതുവരെ? സ്വർഗം പോലും
ഒരു ഇടവേളക്കെങ്കിലും നഷ്ടപ്പെടുത്തും. നമ്മൾ ഒരു ചെറിയ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ അവിവേകം കൊണ്ട് എന്ന ഒരു പാഠവും മനുഷ്യൻ്റെ ദൗർബല്യവും, മനുഷ്യൻ ആർത്തിയുള്ളവനാണ്, ആർത്തി പണത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെയുള്ള ആർത്തി കൊണ്ട് മനുഷ്യൻ തെറ്റിപ്പോകും. അതുപോലെ മറവി പറ്റിപ്പോകും. അപ്പോഴൊക്കെ അവൻ ആ മറവിയിൽ നിന്ന് രക്ഷപ്പെടണം. ക്ഷമയില്ലാതെയായി പോകും. മനുഷ്യൻ വികാരജീവിയാണ്. അൽ അദുല്ലുക അലാ സജറത്തിൽ ഖുൽദി മുൽക്കില്ലാ യബ്ല, ഒരിക്കലും നഷ്ടപ്പെടാത്ത അധികാരവും എന്നും നിലനിൽക്കാവുന്ന ഒരു മരവും ഞാൻ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു മരത്തിൻ്റെ പഴവും കാണിച്ചു തരട്ടെ എന്ന് പിശാച് പറഞ്ഞപ്പോഴേക്ക് അവനങ്ങോട്ട് ക്ഷമ കിട്ട് ആ മരത്തിൻ്റെ പഴം തിന്നാനും ആ അധികാരം നിലനിർത്താനും ശ്രമിച്ചല്ലോ. അപ്പം മനുഷ്യൻ്റെ ക്ഷമയില്ലാത്ത മനുഷ്യൻ അങ്ങനെ ആവരുത്. അങ്ങനെയൊക്കെ ആയാൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വരും എന്ന ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ അല്ലാഹു തആല പഠിപ്പിച്ചത്, ആണായാലും പെണ്ണായാലും ഒക്കെ കണക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം പറഞ്ഞിട്ടായിരിക്കണമല്ലോ ഈ ഹവ്വയും തിന്നത്. പക്ഷേ തെറ്റ് ചെയ്താൽ രണ്ടുപേരും ഉത്തരവാദികളാണ്. അതും കൂടി അല്ലാഹു പഠിപ്പിച്ചു. അഞ്ചാമതായിട്ടൊരു കാര്യം, ആറാമതായിട്ടൊരു കാര്യം അല്ലാഹു പഠിപ്പിച്ചത്, അങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു ഗഫൂറുർ റഹീമാണ്, പുറത്തു തരും. അവിടെയാണ് നമുക്കുള്ള സമാധാനം. അങ്ങനെയൊക്കെ നമ്മൾ സ്വർഗത്തിൽ അള്ളാഹിൻ്റെ കൺമുമ്പിൽ വെച്ച് തെറ്റ് ചെയ്തിട്ടും അല്ലാഹു തആല റബ്ബനാ ഇന്നനാ ലലംനാ അൻഫുസനാ ഫഗ്ഫിർ ലനാ, അള്ളാഹുവേ റബ്ബേ എൻ്റെ ശരീരത്തോട് ഞങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തു പോയി, അക്രമം ചെയ്തു പോയി, ഞങ്ങൾക്ക് പുറത്തു തരയണമേ എന്ന് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്നതാണല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾക്കിന്നുള്ള പാഠം. ആ പുറത്തു കൊടുത്തതാണ്. എന്താണ്? സുമ്മജ്തബാഹു റബ്ബുഹു വഅസാ ആദമു റബ്ബഹു ഫഗവാ. ആദം റബ്ബിനോട് എതിർ പ്രവർത്തിച്ചു, ഇസ്യാന് കാണിച്ചു. അങ്ങനെ അവൻ വഴിതെറ്റിപ്പോയി. ഗവായത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വഴിയിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ആദം നബി പ്രവാചകന് വഴിതെറ്റി ദലാലത്തിലായി എന്നല്ല അർത്ഥം. അള്ളാഹ് പറഞ്ഞ ആ വരച്ച വരയിൽ നിന്ന് വഴി വിട്ടുപോയി ആദം. അങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു തആല ഗഫൂറുർ റഹീമാണ്. അപ്പം നമ്മൾ എത്ര ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാ, സ്വന്തം ശരീരങ്ങളോട് വഴിവിട്ട് തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ നിങ്ങൾ നിരാശരാവണ്ട, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, നിങ്ങൾ തിരിച്ചു വരാം, റഹ്മത്തിലേക്ക് തിരിച്ചു വരാം. ഇതിനേക്കാളും വലിയ വഴി വിടാൻ എന്താ പിന്നുള്ളത്? അള്ളാഹിൻ്റെ അടുക്കൽ അള്ളാഹ് സൃഷ്ടിച്ച് വെച്ച് എന്നിട്ട് അള്ളാഹ് സുജൂദ് ചെയ്യിപ്പിച്ച് മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ച് അത്ര ബഹുമാനിച്ചിരുത്തി അവസാനം സ്വർഗത്തിൽ കൊണ്ടുപോയി വെച്ച് ഒരു കരാറും ചെയ്തിട്ട് എന്നിട്ടും തെറ്റിപ്പോയല്ലോ ആദം. കരുതിക്കൂട്ടി തന്നെ മറന്നുപോയില്ലേ കൽപ്പന? അത്ര വലിയ തെറ്റ് അവിടെ ആ ചരിത്രത്തിൽ മനസ്സിലാക്കുന്ന ആയത്തുകളിൽ മനസ്സിലാകുന്ന ആ അബദ്ധം ചെയ്തിട്ട് പോലും പശ്ചാത്തപിച്ചപ്പോൾ റബ്ബനാ ഇന്നനാ ലലംനാ അൻഫുസനാ എന്ന് വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചപ്പോൾ അല്ലാഹു തആല എന്താ ചെയ്തത്? സുമ്മജ്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദാ. ഇജ്തബാഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനെ തിരഞ്ഞെടുത്തു എന്ന്. ഇജ്തബ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു. മുജ്തബ എന്ന് പേരിടലുണ്ട്. മുജ്തബ എന്ന് പറഞ്ഞാൽ മുസ്തഫ. മുസ്തഫ എന്ന് പറഞ്ഞാലും മുജ്തബ എന്ന് പറഞ്ഞാലും ഒരു പേരാണ്, ഒരർത്ഥമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മുസ്തഫ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, മുജ്തബ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അതാണ് ഇജ്തബ, തിരഞ്ഞെടുത്തു. സുമ്മജ്തബാഹു റബ്ബുഹു, പിന്നെ അവൻ്റെ നാഥൻ അവനെ തിരഞ്ഞെടുത്തു, ആദമിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ആ തിന്മയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് പ്രവാചകനായി മനുഷ്യ സമൂഹത്തിലേക്ക് പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്ത് അയച്ചു. ഫതാബ അലൈഹി, അവൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. അതാണ്. അപ്പോൾ ഇത്രയൊക്കെ തെറ്റ് മനുഷ്യൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? എൻ്റെ പ്രകൃതി അങ്ങനെയാണ്. അങ്ങനെയൊക്കെയാണ് മനുഷ്യനെങ്കിലും അത്ര വലിയ തെറ്റ് ചെയ്താലും നിരാശനാവേണ്ടതില്ല. നമ്മൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാം. അതിന് കാത്തിരിക്കണ്ട.
പശ്ചാത്താപത്തിന് ഒരിക്കലും കാത്തിരിക്കേണ്ട. കാരണം അവന് നിവേദ്യമോ അല്ലെങ്കിൽ കാണിക്കയോ ഒന്നും, നിലവിളക്കോ നിറപറയോ ഒന്നും പശ്ചാത്താപത്തിന് വിശ്വാസികൾക്ക് വേണ്ട. പലർക്കും പശ്ചാത്താപം ചെയ്യാൻ അവിടെ പാതിരിയുടെ മുമ്പിലോ അല്ലെങ്കിൽ പണ്ഡിതൻ്റെ മുമ്പിലോ കുറ്റം ഏറ്റുപറയണം, മത പുരോഹിതൻ്റെ മുമ്പിൽ കുറ്റം ഏറ്റുപറയണം, അല്ലെങ്കിൽ കാണിക്ക നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഭാരിച്ച കാര്യങ്ങൾ കൊടുത്തിട്ട് പശ്ചാത്താപിച്ച് മടങ്ങണം. നമുക്കതൊന്നും വേണ്ട. പിന്നെന്ത് മതി? അസ്തഗ്ഫിറുല്ലാ, പടച്ചോനെ പേച്ചതൊക്കെ പേച്ചു, എന്നെ രക്ഷിക്കണേ എന്നൊറ്റ പ്രാർത്ഥന, പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി ചെയ്താൽ മതി. അതാണ് ആദം നബി അലൈഹി സ്വലാം ചെയ്തത്. ഫതാബ അലൈഹി, അപ്പോൾ അവൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു. താബ എന്നുള്ള പദത്തിന് രണ്ടർത്ഥമുണ്ട്. പശ്ചാത്തപിച്ചു എന്നർത്ഥമുണ്ട്, പശ്ചാത്താപം സ്വീകരിച്ചു എന്നർത്ഥമുണ്ട്. വതൂബു ഇലല്ലാഹി ജമിയ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ താബ അലൈഹി എന്ന് പറഞ്ഞാൽ താബല്ലാഹു അലൈഹി, അള്ളാഹു ആദമിൻ്റെ മേൽ പശ്ചാത്തപിച്ചു എന്നല്ല, പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ് ആ മടക്കം. താബ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തായിബ്, തായിബൂന ലിറബ്ബിന ഹാമിദൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര കഴിഞ്ഞ് വന്നാൽ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളൊക്കെ എന്നും യാത്ര കൊണ്ടുപോലാണ്. എന്നും നേരം വെളുത്താൽ പെരയിൽ നിന്ന് ഇറങ്ങല്ലേ, കസറാകുന്ന ദൂരം വരെ നമ്മൾ യാത്ര ചെയ്യാത്ത ആളുകളാരുമില്ല അധിക ദിവസവും. പിന്നെ പെരയ്ക്ക് മടങ്ങി ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ആയിബൂന തായിബൂന ലിറബ്ബിന ഹാമിദൂൻ, ഞങ്ങൾ മടങ്ങുകയാണ്, പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്, മടങ്ങുകയാണ്, ഞങ്ങളുടെ റബ്ബിന് സ്തുതി കൊടുക്കുകയാണ്. ലി റബ്ബിന ഹാമിദൂൻ, അത് ചൊല്ലിക്കൊണ്ടാണ് വീട്ടിലേക്ക് എത്തേണ്ടത് എന്നാണ്. നമ്മളതും പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. അതിലുണ്ട് തായിബൂന, അതെന്താ? മടങ്ങി വരികയെന്ന്. അപ്പോൾ തൗബ എന്ന് പറയുന്നത് അത് ഒരു 25 രാവിന് ചെയ്യേണ്ട ഒരു ഏർപ്പാടല്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വീടുകളിൽ വന്നിട്ട് തൗബ ചെയ്തിരുന്നു. നമ്മളാ പ്രദേശത്തുള്ള ഒരു 10-15 വീടിന് കേന്ദ്രമായി എൻ്റെ വീട്ടിലാണ് വരിക. ഒരു ഉസ്താദ് വരും, അല്ലാഹു മഗ്ഫിർ ലഹു, ഞങ്ങളൊക്കെ പഠിപ്പിച്ച ഉസ്താദാണ്. അദ്ദേഹം വന്ന് നല്ല വെള്ളത്തുണിയൊക്കെ വിരിച്ചു കൊടുക്കുക, അവിടെ ഇരിക്കും. അദ്ദേഹം ഒരു മുണ്ട്, അദ്ദേഹത്തിൻ്റെ മുണ്ട് എടുക്കും. ആ മുണ്ടുമേൽ അവിടെയുള്ള കാരണന്മാർ മുണ്ട് കെട്ടും. അങ്ങനെ കെട്ടിയിട്ട് ആ മുണ്ട് വന്ന് വേറെ മുണ്ട് അങ്ങനെ കെട്ടി. പെണ്ണുങ്ങൾ അവിടേക്കൊക്കെ മുണ്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ മുണ്ടും ഉണ്ടാവും. എന്നിട്ട് ആ മുണ്ടുമ പിടിച്ചിട്ടാണ് തൗബ ചെയ്യൽ. അത് തൗബ സാധാരണ തൗബ തന്നെ. ഞങ്ങളെ റബ്ബെ, നിങ്ങൾക്ക് വയസ്സന്മാർക്കൊക്കെ അറിയാൻ മതി. ഈ സുന്നി പ്രദേശത്തൊക്കെ വളർന്ന ആളുകൾക്ക് അതൊക്കെ അറിയുള്ളൂ. നിങ്ങൾക്കൊക്കെ തിരിയാവണമെന്നില്ല. വയത്തസിമു ബി ഹബലില്ലാഹി ജമിയ എന്നൊക്കെ അള്ളാഹിൻ്റെ ഹബല് കുടിക്കണം എന്നുള്ള നിലക്കാണ്. അത് ആ കാലഘട്ടത്തിൽ മനുഷ്യനെ പഠിപ്പിക്കാനുള്ളൊരു മാർഗമായിരിക്കാം ചിലപ്പോൾ ആ മുണ്ട് പിടിക്കലൊക്കെ. ഏതായിരുന്നാലും അവ പിടിച്ചിട്ട് തൗബ ചെയ്യും. റമദാനിൽ ഒരു 25 അന്ന്. പിന്നെ റമദാൻ കഴിഞ്ഞാൽ ആ നിക്കാരപ്പായൊക്കെ മടക്കി അയലുമൽ വെച്ചിട്ട് പിന്നെ അടുത്ത റമദാനിലാണ് നനച്ചുളിക്കാണ് പിന്നെ അത് എടുക്കൽ എന്നുള്ളത് വേറെ വിഷയമാണ്. അതല്ല തൗബ. തൗബ എന്നുള്ളതൊരു ചടങ്ങല്ല. ആണ്ടുതോറും കഴിക്കുന്ന ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിഷയമല്ല തൗബ എന്ന് പറയുന്നത്. മടക്കം എന്ന് പറഞ്ഞ് എപ്പോഴാണോ വഴി തെറ്റി അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് മടക്കം. മലപ്പുറത്തുനിന്ന് നമ്മൾ പോകുന്നത് കോട്ടപ്പടിക്കുന്ന് കുന്നുമക്കാണ് പോകുന്നത്. പക്ഷേ വണ്ടി തിരിച്ചത് കോഴിക്കോട് റോഡിനാണെങ്കിൽ മടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കോഴിക്കോട് റോഡിന് ഇങ്ങനെ പോയിക്കൊണ്ട് അള്ളാഹിനോട് ദ്വാരക്കല്ലല്ലോ. പിന്നെന്താ? അത് കുന്നുമക്കന്നെ തിരിച്ചു വരാം. എത്ര ഓടിയാണെങ്കിലും തിരിച്ചു വരാം. അതുപോലെ നമ്മളുടെ ജീവിതം, നമ്മുടെ സാമ്പത്തികവും നമ്മുടെ ശാരീരികവും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമുള്ള നമ്മളെ ജീവിത രീതി ഇങ്ങനെ പോയാൽ നരകത്തിലേക്കാണ് എന്ന് നമുക്ക് ബോധ്യം വരികയാണെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത യൂ ടേണിൽ ഇങ്ങനെ തന്നെ മടങ്ങിയിട്ട് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത രീതിയിലേക്ക് തിരിച്ചു വരാം. അത് എപ്പോഴാന്നുള്ള അതിന് സമയവും കാലവും ഒന്നുമില്ല. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും, ഒരു കൂട്ടരാണ് വിശ്വാസികൾ, അവരൊരു ഫാഹിഷത്ത് ചെയ്താൽ, ദുർവൃത്തി ചെയ്താൽ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തങ്ങളോടുള്ള ഒരു തെറ്റ് ചെയ്താൽ, ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പറഞ്ഞാൽ എനിക്ക് പാടില്ലാത്തത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, അങ്ങനെ സ്വന്തം ശരീരങ്ങളോട് ദുൽമ ചെയ്താൽ
ദക്കറുല്ലാഹ അള്ളാഹുവിനെ ഓർക്കും. പടച്ചോനെ ചെയ്തത് തെറ്റാണല്ലോ. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം അവർ ചെയ്തേടത്തോളം തെറ്റുകൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ പാപമോചനം തേടും. വലം യുസിറു അലാമാ ഫഅലു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കൂല, തിരിച്ചു വരും. ഓഹും യഅലമൂൻ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കൂല, അവർ തിരിച്ചു പോരും. അതാണ് തൗബ. അപ്പോൾ ആ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. ഫതാബ അലൈഹി വഹദ അദ്ദേഹത്തെ അല്ലാഹു തആല ഹിദായത്തിലാക്കി, സന്മാർഗത്തിലാക്കി, നേർവഴിയിലാക്കി. ഖാല എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇഹ്ബിതാ മിൻഹാ ജമീഅ ഇഹ്ബിതാ മിൻഹാ ജമീഅ നിങ്ങൾ രണ്ടുപേരും ആ മിൻഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഹബത്ത എന്ന് പറഞ്ഞാൽ ഇറങ്ങിയെന്ന, ഹുബൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡിങ് എന്നാണ് ഇന്നത്തെ ആധുനിക ഭാഷയിലുള്ള അർത്ഥം. ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ലാൻഡിങ് എന്ന. അപ്പോൾ ഇഹ്ബത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുക എന്നർത്ഥം. ഇഹ്ബിത്ത സൂറത്തുൽ ബഖറയിലുള്ളത് എങ്ങനെ? ഇഹ്ബിത്തു മിൻഹാ ജമിയൻ ഖുൽന ഇഹ്ബിത്തു മിൻഹാ ജമിയൻ നിങ്ങളെല്ലാവരും അപ്പോൾ ഇഹ്ബിത്തു എന്നുള്ളത് ബഹുവചനാണ്. ഇവിടെ ഇഹ്ബിത്ത എന്നുള്ളത് ദ്വിവചനമാണ്. ഇവിടെ ആദമിനോടും ഹവ്വയോടും പറഞ്ഞതായിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. ഇഹ്ബിത്തു എന്ന് പറഞ്ഞിടത്ത് ആദമും ഹവ്വയും ശത്രുവായ ഇബ്ലീസും ഉണ്ട്. മൂന്ന് പേരും കൂടിയും ഇഹ്ബിത്താ മിന്ന അതിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളുക. ജമീഅൻ എല്ലാവരും കൂടി പറഞ്ഞാണ് പോയിക്കോളി. ബഅ്ളുക്കും ലിബ അപ്പോൾ ആ എല്ലാവരും എന്നതിൽ എന്തുണ്ട്? നിങ്ങൾ രണ്ടാളും പോയിക്കോളി എന്ന് പറഞ്ഞ് ഓലെ പുറത്താക്കി. പിന്നെ ജമീഅൻ എന്ന് പറയുമ്പോൾ വേറെ ആരാളുള്ളത്? പുറത്താക്കുന്നുണ്ട്, ഇബ്ലീസും ഉണ്ട്, അവനെയും പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു ബഅ്ളുക്കും ലിബഅ്ളിൻ അദുവ്വുൻ നിങ്ങളിൽ ചിലർ ചിലരുടെ ശത്രുവാണ്, നിങ്ങൾ പരസ്പരം ശത്രുക്കൾ. ബഅ്ളുക്കും ലിബഅ്ളിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. അപ്പോൾ അല്ലാഹു തആല അപ്പം തന്നെ ആദമിന് കൊടുത്തു. ഓ മിത്രമല്ല, ശത്രുവാണ്, സൂക്ഷിക്കണം. എല്ലാവരും ദുനിയാവിലേക്ക് ജീവിക്കാൻ പോയിക്കൊള്ളുക, പരസ്പരം ശത്രുക്കളാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവൻ നിങ്ങളെ ചതിക്കും, വഞ്ചിക്കും, നിങ്ങളെ കയ്യൊഴിക്കും. ബഅ്ളുക്കും ലിബഅ്ളിൻ അദുവ്വുൻ അപ്പോൾ ആ ശത്രുവിൻ്റെ അക്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹ് പറഞ്ഞു കൊടുത്തു. ബഅ്ളുക്കും ലിബഅ്ളിൻ അദുവ്വുൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫഇമ്മാ യഅതിയന്നകും തീർച്ചയായും നിങ്ങൾക്ക് വരുമ്പോൾ. ഇമ്മാ യഅതിയന്ന അന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ള ഇന്നൻ്റെ അർത്ഥമാണ്. യഅതിയന്നകും നിശ്ചയമായും നിങ്ങൾക്ക് വന്നു കിട്ടുകയാണെങ്കിൽ മിന്നി എൻ്റെ അടുക്കൽ നിന്ന് ഹുദൻ മാർഗദർശനം. അപ്പം മാർഗദർശനം നമുക്ക് നൽകാൻ കഴിവുള്ളവൻ അള്ളയാണ്. അള്ളാൻ്റെ കൽപ്പനകളാണ് നമ്മുടെ മാർഗദർശനം. ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും പുതിയ പുതിയ മാർഗം, ഇതാണ് ശരിയായ വഴി, ഇതാണ് സംസ്കാരം, ഇതാണ് മതേതരത്വം, ഇതാണ് പരിഷ്കാരം, ഇതാണ് ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞ് ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ മാർഗദർശനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പുതിയ മാർഗദർശനം അപ്പോൾ നമ്മളെ കുട്ടികൾക്ക്, പണ്ട് നമ്മളെ കുട്ടികളെ ആണും പെണ്ണിനൊക്കെ വേർതിരിച്ച് സൂക്ഷിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമില്ലാത്തവനും ഒക്കെ സൂക്ഷിച്ചു കൊണ്ടാണ്. അപ്പോഴത്തെ പുതിയ മാർഗദർശനം എന്താ? അതൊക്കെ ഒന്നിച്ച് വേണം, ആണും പെണ്ണൊന്നും വ്യത്യാസമൊന്നും വേണ്ട, എല്ലാവരും കൂടി ഒന്നിച്ച് നടന്നോളിയുന്ന. പക്ഷേ നമ്മളുടെ മാർഗദർശനം എന്താ? മിന്നി എൻ്റെ അടുക്കൽ നിന്നുള്ള മാർഗദർശനം. ഹുദൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് തീർച്ചയായും വന്നു കിട്ടും. അങ്ങനെ വന്നു കിട്ടുമ്പോൾ ഫമനിത്തബ ആരെങ്കിലും ഇത്തിബാ ചെയ്താൽ, ഫമൻ അപ്പോൾ ആരെങ്കിലും ഇത്തബാ ഹുദായ എൻ്റെ മാർഗദർശനം പിൻപറ്റിയാൽ ഫലാ യളില്ലു അവൻ പിഴച്ചു പോവുകയില്ല, വലാ യഷ്ഖ അവൻ ശഖിയാകുകയുമില്ല. ശഖി എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവാൻ. അതിൻ്റെ വിപരീതമാണ് സഈദ്. സആദത്ത് ഭാഗ്യം, ശഖാവത്ത് നിർഭാഗ്യം. ശഖിയ് നിർഭാഗ്യവാൻ, സഈദ് ഭാഗ്യവാൻ. ഫലാ യളില്ലു വലാ യഷ്ഖ അവൻ ലലാലത്തിലായി പോവുകയില്ല, വലാ യഷ്ഖ അവൻ നിർഭാഗ്യവാനായി പോവുകയുമില്ല. ലലാലത്തിലാവുക പറഞ്ഞാൽ വഴി വിട്ടുപോവുക. അപ്പോൾ ഒരു വഴിയുണ്ട്. വഴി തെറ്റുക എന്ന് പറയുമ്പോൾ ഒരു വഴി നമുക്കുണ്ട്. അതേതാ വഴി?
അള്ളാഹു സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ആദമിനെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ കൂടെ ആദമിൻ്റെ മുതുകിൽ നിന്ന് അള്ളാഹു താല പുറത്തു കൊണ്ടുവന്ന മനുഷ്യ സമൂഹത്തിനെ മൊത്തം ആദമിൽ കൂടി ദുനിയാവിലേക്ക് ജീവിക്കാൻ വേണ്ടി വിടുകയാണ്. തുടങ്ങിയ സ്വർഗത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ഇറക്കുന്നത്. ഇനി സ്വർഗത്തിൽ തന്നെ ഫൈമായത്തിയന്നക്കും മിന്നി ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതാണ് സൂറത്തുൽ ബഖറയിലുള്ളത്. ഫൈമായത്തിയന്നക്കും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹിദായത്ത് വരികയും ഫമനിത്തബഅ ഹുദായ, എൻ്റെ മാർഗദർശനം ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ, അവന് പേടിക്കേണ്ടതില്ല. എന്ത് പേടിക്കേണ്ടതില്ല? പാമ്പിനെയും പട്ടിണിയും പേടിക്കേണ്ടതില്ല എന്നല്ല, അത് ദുനിയാവിൽ പേടിക്കണം. അതിനുള്ള പണി നമ്മൾ വേറെ ചെയ്യണം. പിന്നെന്താ പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നത്? വഴിതെറ്റിപ്പോകും എന്ന് പേടിക്കേണ്ടതില്ല. അമ്പിയാക്കളെ വിട്ടപ്പോൾ അമ്പിയാക്കൾ മുഖേന ഹുദ നിങ്ങൾക്ക് അയച്ചു തരും. ആ ഹുദ പിൻപറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ പിഴച്ചു പോകുമോ, വഴിതെറ്റിപ്പോകുമോ? അതായത് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി ഇനി കുറേ കാലം ഇവിടെ ജീവിച്ച് തിരിച്ച് അവിടേക്കാണ് നിങ്ങൾക്ക് എത്താനുള്ളത്. ആ വഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോവുകയില്ല. അപ്പോൾ ആ വഴി തെറ്റുക എന്ന് പറഞ്ഞാൽ വഴി തെറ്റണമെങ്കിൽ എന്ത് വേണം? ഒരു കൃത്യമായ വഴി വേണമല്ലോ. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് ഒരു വഴി നമുക്ക് കൃത്യമായിട്ടുണ്ട്. നമ്മളെ ലക്ഷ്യം വീടാണ്. അപ്പോൾ വീട്ടിലേക്കുള്ള വഴി തെറ്റലാണ്. അതുപോലെ നമുക്ക് മനുഷ്യൻ്റെ ജീവിതത്തിനൊരു വഴിയുണ്ട്. അതെന്താണ്? ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ ആ സ്വർഗത്തിൻ്റെ അവകാശിയായി അവനെ അവിടെ പാർപ്പിച്ച് അവിടുന്ന് തൽക്കാലം പുറത്താക്കി. ഇനി സ്വർഗത്തിലേക്ക് തന്നെ എത്തുക എന്ന ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നിന്ന് തെറ്റിപ്പോകില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു താബി ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ മനുഷ്യ സമൂഹത്തിൽ എവിടെയാണുള്ളത്? നമ്മൾ കാരണം നബി മരിച്ചുപോയി, ആ സഹാബിമാരുണ്ട്, പോലും ഇങ്ങനെ മരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താബീയങ്ങൾ രണ്ടാം തലമുറയാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് സ്ഥാനത്താണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളൊരു വരിയിൽ നിൽക്കുകയാണെന്ന്. ഒരു വരിയിലാണ് നമ്മൾക്ക്. ഈ വരിൻ്റെ അറ്റം, ഇപ്പോൾ നിങ്ങൾ താബീയങ്ങൾ, നിങ്ങളെ മുമ്പ് ഞങ്ങൾ സഹാബിമാർ, നമ്മളെ മുമ്പ് അസ്റത്തുൽ മുബശ്ശിരീങ്ങൾ, ആ സഹാബിമാർ തന്നെ, അവരുടെ മുമ്പ് ഖുലഫാഉർ റാഷിദുകൾ അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു, അവരുടെ മുമ്പ് നബിൻ്റെ മുമ്പ് ജിബ്രീൽ. അപ്പം നമ്മളൊരു വരിയിലാണ്. ആ വരിയുടെ ഇങ്ങേ അറ്റത്ത് നമ്മളാണുള്ളത്. അങ്ങേ അറ്റത്ത് അമ്പിയാക്കൾ സ്വർഗത്തിലാണ്. മരിച്ചുപോയ അമ്പിയാക്കൾ സ്വർഗത്തിലാണുള്ളത്. അപ്പം മനുഷ്യൻ്റെ ഒരു ലൈൻ, മനുഷ്യൻ്റെ ഒരു നിരയുണ്ട്, ഒരു ലൈൻ, ഒരു ക്യൂ. ആ ക്യൂവിൽ ആദം അലൈഹിസ്സലാം മരിച്ചുപോയി, ഹാബീൽ മരിച്ചുപോയി, അത് മക്കൾ, പിന്നെ ഷീസ് മരിച്ചുപോയി, ഇദ്രീസ് മരിച്ചുപോയി, നോഹ് മരിച്ചുപോയി റളിയല്ലാഹു അൻഹും അലൈഹിമുസ്സലാം, അവരൊക്കെ മരിച്ചുപോയി, അവരൊക്കെ സ്വർഗത്തേക്ക് പോയി. ആ അറ്റത്ത് നബിയും നമ്മിൽ നിന്ന് മരിച്ചുപോയി, അവരും സ്വർഗത്തിലെത്തി. അതിന് ശേഷം സഹാബികൾ എത്രയോ മരിച്ചുപോയി. ഇപ്പം നമ്മളതിൻ്റെ പിന്നീലെ ലൈനിലാണ്. ഈ ലൈനിൽ കൂടി തന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോയാൽ അവിടെ എത്താം. ആ വഴി നമ്മൾ പിഴക്കൂല. അതാണ് ഫമനിത്തബഅ ഹുദായ. അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും പിൻപറ്റണം എന്നുണ്ട്. നിങ്ങൾ ഔലിയാക്കന്മാരെയും സാലിഹീങ്ങളെയും ഇമാമീങ്ങളും വലിയ വലിയ ഖ്വാജാക്കന്മാരും പറയേണ്ടത് കേൾക്കണ്ട എന്ന് പറയാൻ കാരണം എന്താ? അവർ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് നമുക്ക് പറഞ്ഞു തരേണ്ടതെങ്കിൽ ഓല് വരണ്ടല്ലോ. റസൂലും പറഞ്ഞല്ലേ, അത് നമുക്ക് കേൾക്കാം. അള്ളാഹിൻ്റെ ഹിദായത്ത് നമ്മൾ എടുക്കാം. ഓല് മോശക്കാരായതുകൊണ്ടല്ല. നേരെ മറിച്ച് അവർ പറയുന്നത് അവരുടെ കണ്ടെത്തൽ അനുസരിച്ച് അവർക്ക് ശരിയാണെന്ന് തോന്നിയതനുസരിച്ചാണ്. ഖുർആനും സുന്നത്തിലോ ഇല്ലെങ്കിൽ നമ്മൾ എടുക്കണ്ട. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനാണ്, പണ്ഡിതനാണ്, ഗുരുനാഥന്മാരുടെ ഗുരുനാഥനും നമ്മളെ ഇമാമുമാണ്. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ പഠിച്ചു മനസ്സിലാക്കി കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. എനിക്ക് കിട്ടിയതിനനുസരിച്ച് നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങൾക്ക് ഹദീസിൽ നിന്ന് പുതിയതായിട്ട് സഹിയായ ഹദീസിൽ നിന്നൊരു വിവരം കിട്ടിയാൽ എൻ്റെ കൗല് നിങ്ങൾ മതിലുമക്ക് വലിച്ചെറിഞ്ഞാളേ. മതിലുമക്ക് വലിച്ചെറിയുമ്പോഴാണ് പൊട്ടിപ്പോകലേ. അത് തകർട്ടെ. എൻ്റെ കൗലിന് നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ റസൂലിൻ്റെ വാക്കെടുത്തോളിയെന്ന്. അത് തന്നെ ഇമാം അബൂ ഹനീഫയും ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം മാലിക് ബിൻ അനസും ഒക്കെ അത് തന്നെയാണ് പറഞ്ഞത്.
ഞങ്ങളുടെ അപ്പോൾ നമ്മളൊരു മദ്ഹബ് പക്ഷപാതിത്വം വേണ്ടാന്ന് പറഞ്ഞാൽ ഓൽക്ക് ഷാഫി ഇല്ല, ഹനഫി ഇല്ല, അംബലി ഇല്ല, മാലിക്കി ഇല്ല, ഓലിങ്ങനെ വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ പുസ്തകം വായിച്ച് നടക്കാൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കതിൽ വേദനിക്കും വേണ്ട, ആരും പറയും വേണ്ട. എന്താ കാരണം? ഇമാം ഷാഫിയും എല്ലാ ഇമാമുകളും ഔസായിയും എല്ലാം ലാഹിരികളും എല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയതിനനുസരിച്ചാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇതല്ലാതെ ഇത് തെറ്റാണ്, അതിനേക്കാളും ഹദീസിൽ സഹിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹിയായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ്. അതാണ് ഇപ്പോൾ ഹനഫി ഇമാമിൻ്റെ ആളുകൾ ഹനഫി മദ്ഹബിൽ കൈ ഉയർത്തണം എന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, കൈ ഉയർത്തണം എപ്പോൾ? തക്ബീറിൽ നിന്ന് റുക്കോയിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തണം, റുക്കോയിൽ നിന്ന് ഏറ്റിദാലിൽ സമയല്ലാഹു ലിമൻ ഹമിദഹു പറയുമ്പോൾ കൈ ഉയർത്തണം, പിന്നെ ഒന്നാമത്തെ തയ്യാത്ത് കഴിഞ്ഞ് വീണ്ടും നിൽക്കുമ്പോൾ കൈ ഉയർത്തണം, പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ നിർബന്ധമായും നമ്മൾ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം ഫർളല്ലേ, അവിടെയും നമ്മൾ കൈ ഉയർത്തണം. എന്നാൽ പലരും കൈ ഉയർത്താനില്ല. അങ്ങനെ നിന്നിട്ട് അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് ഇങ്ങനെ കയ്യോ ആട്ടിക്കൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇനി സമയല്ലാഹു ലിമൻ ഹമിദഹു പറയുമ്പോൾ റുക്കോയിൽ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും, കൈ വെക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അത് മദ്ഹബിൽ അങ്ങനെയാണ്. എന്നാൽ ആ മദ്ഹബിൻ്റെ ഇമാമ് പറഞ്ഞിട്ടുണ്ട് റസൂലിൻ്റെ സഹിയായ ഹദീസ് വന്ന് നിങ്ങളത് സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ ഹനഫി ഇമാമിനോട് എതിരാ, നമ്മൾ ഹനഫി ഇമാം മോശ, ഹനഫിമാമിൻ്റെ ആൾക്കാർ കൈ ഉയർത്തില്ലല്ലോ, എന്നാൽ ഹനഫിമാം മോശമെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഏത് വിഷയത്തിലാണെങ്കിലും, ഇനി അഖീദ വിശ്വാസപരമായ കാര്യത്തിലാണെങ്കിലും അള്ളാഹും റസൂലും ഒരു വിഷയം പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ആ പഠിപ്പിച്ച അത് ആരെത്ര മഹാൻ പറഞ്ഞാലും നമുക്കത് ഒഴിവാക്കാം. നമുക്ക് അള്ളാഹു റസൂലും പഠിപ്പിച്ചത് മതി. അപ്പോൾ അവിടെയാണ് ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു, എൻ്റെ ഹിദായത്ത് ആരെങ്കിലും പിൻപറ്റിയാൽ. എങ്ങനെ അള്ളാഹിൻ്റെ ഹിദായത്ത്? നമുക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വഹി തരുമല്ലോ അമ്പിയാക്കന്മാർ മുഖേന. അമ്പിയാക്കന്മാരുടെ ഹിദായത്ത് അമ്പിയാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തു, അത് അവർ താബിയങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, നമ്മളെ നബിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഹവാരിജികൾക്ക് പറഞ്ഞു കൊടുത്തു. ആ ഹിദായത്ത് ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ യളില്ലു, അവൻ എത്തേണ്ട സ്ഥലത്തേക്കുള്ള വഴിയിൽ നിന്ന് തെറ്റിപ്പോയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തു നിന്ന് അവൻ പോകൂല. അതാണ് ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കണ്ട, വഴി തെറ്റിപ്പോവോ ഇനി ഞാൻ പേച്ചു പോവോ എന്ന് പേടിക്കണ്ട, ഖുർആനും സുന്നത്തനുസരിച്ച് നടന്നാൽ. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരില്ല. എന്താ ദുഃഖം? പടച്ചോനെ 60-80 കൊല്ലം ജീവിച്ചിട്ട് അവസാനം അള്ളാഹിൻ്റെ കോപത്തിന് വിധേയമാകേണ്ടി വന്നല്ലോ എന്ന ഒരു ദുഃഖം നമുക്ക് വേണ്ടി വരില്ല പടച്ചോൻ പറഞ്ഞ വഴിക്ക് നടന്നാൽ. അഥവാ വല്ലതും തെറ്റിയും അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് വഴിയിലേക്ക് തന്നെ വന്നാൽ ഒരു പ്രശ്നവുമില്ല. അതുതന്നെയാണ് വലാ ഫലാ യളില്ലു, അവൻ വഴി പിഴക്കുകയില്ല, വലാ യഷ്ഖ, ഭാഗ്യം കെട്ടവനാവുകയില്ല. എന്നാലോ വമൻ അഅറള, അതിൻ്റെ മറുവശ പറയുന്നത് വമൻ അഅറള അൻ ദിക്രി, വമൻ അഅറള, ആരെങ്കിലും അവഗണിച്ചാൽ, അൻ ദിക്രി, എൻ്റെ സ്മരണയിൽ നിന്ന്, എന്നെപ്പറ്റിയുള്ള സ്മരണയിൽ നിന്ന്. ദിക്ർ എന്ന് പറഞ്ഞാൽ സ്മരണ, അതാണ് നമ്മൾ ദിക്ർ ചെല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെല്ലുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊക്കെ അള്ളാഹുവിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് ചൊല്ലി പറയുന്നതിനാണ് ഓർമ്മ ചെല്ലുക, ദിക്ർ ചെല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നെപ്പറ്റിയുള്ള ദിക്റിൽ നിന്ന് ആരെങ്കിലും അയറല്ല എന്ന് പറഞ്ഞാൽ അവഗണിച്ചു, പിന്തിരിഞ്ഞു പോയി, അതാണ് അയറല്ല. പിന്തിരിഞ്ഞു കളഞ്ഞു, തിരിഞ്ഞു നടന്നു, പിന്തിരിഞ്ഞു, അവഗണിച്ചു എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വമൻ അയറല്ല അൻ ദിക്രി, എന്നെപ്പറ്റിയുള്ള ഓർമ്മയിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ ഫഇന്ന ലഹു മഈശത്തൻ, മഈശത്ത് എന്നുള്ളത് നമ്മളെ മലയാള വാക്ക് തന്നെയാണ്. മഈശത്ത് നമ്മൾ എവിടേക്കാണ് മഈശത്തിന് വേണ്ടി നടക്കണം? എന്തിനാ ഈ മായും കൊണ്ടുകാണ്ട് ഇപ്പോൾ പറമ്പിൽ ഇങ്ങനെ ഈ മഴ കൊണ്ടുണ്ടോ പറമ്പിൽ എന്ന് ചോദിക്കുമ്പോൾ അത് മഈശത്ത് കഴിയണ്ടേന്നാണ് പറയുക, ജീവിതം എന്ന്. മഈശത്ത് മലയാളമാണ്. അപ്പോൾ അതാണ് മഈശത്തൻ ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാന്ന്, ഇടുങ്ങിയ ജീവിതമുണ്ടായിരിക്കും. അതാണ് ഇടുങ്ങിയ ജീവിതം. ലങ്ക് എന്ന് പറഞ്ഞാൽ ലയ്യീഖ്, ലയ്യീഖ്, ഇടുങ്ങിയ ജീവിതം. അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറയുന്നത് മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയൊരു സമാധാനമാണ്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കിട്ടേണ്ടതല്ല, നമ്മൾ അനുഭവിക്കേണ്ടതാണ്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന്
അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മളെ പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി ഒരു മനസമാധാനം കിട്ടുന്ന ഷറഹു സദ്ർ, ഇന്നലത്തെ ഹറമിലെ ഖുത്ബ അതാണ്. അബ്ദുള്ള അൽ ജുഹാനി ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ ഖുത്ബയാണ്. അതായത് ഷറഹു സദ്ർ കിട്ടുക എന്നാണ്, മനസ്സിന് സമാധാനം കിട്ടണം. അത് നമുക്ക് കാശുമണ്ണുണ്ടായിട്ട് കിട്ടില്ല മനസ്സിന് സമാധാനം. അല്ലെങ്കിൽ നമ്മൾ കുറേ വലിയ വലിയ നേതാവായി ലോകത്തിൻ്റെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വലിയ ആളായതുകൊണ്ട് കിട്ടില്ല, കുറേ വിവരം ഉണ്ടായതുകൊണ്ട് കിട്ടില്ല. പിന്നെന്താ, അത് സാധുക്കളായ മനുഷ്യന്മാർക്കും മനസ്സിന് സമാധാനം. നമ്മളൊക്കെ പെരേക്ക് ഇങ്ങനെ നല്ല ശീതീകരിച്ച കാറിൽ കൂടി പോകുമ്പോൾ ചാറൽ മഴ കൊണ്ട് ഒരുപക്ഷെ പീടിക കോലായിൽ പുറച്ചുറങ്ങുന്നവനും മനസ്സിന് സമാധാനം ഉണ്ടാവും നമ്മളെക്കാളും കൂടുതൽ. അതെപ്പോൾ കിട്ടും? അത് ഓരോരുത്തർക്കേ അറിയുള്ളൂ. അത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് മനസ്സിന് സമാധാനം കിട്ടുക. അള്ളാഹുവിനെ ഓർത്താൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ആരെന്ത് ഉപദ്രവിച്ചാലും, നമുക്ക് കുടുംബത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും, നമ്മുടെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും, എല്ലാവരാലും നമ്മൾ അവഗണിക്കപ്പെട്ടാലും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. അതാണ് ആ ദിക്റിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, അവന് ഇടുങ്ങിയ ജീവിതമുണ്ടായിരിക്കും. അതായത് മനസ്സമാധാനം ഉണ്ടാവില്ല. അലം നശ്റഹ് ലക സദ്റക്, അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആല കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയാണ്. അലം നശ്റഹ് ലക സദ്റക്, നിൻ്റെ ഹൃദയം നിനക്ക് വിശാലമാക്കി തന്നില്ലേ. ബാപ്പല്ല, ഉമ്മ മരിച്ചു, ബാപ്പിമ്മയില്ല. പിന്നെ ജീവിക്കുന്നത് മൂത്താപ്പാൻ്റെ അടുത്താണ്. മൂത്താപ്പ മുശ്രിക്കാണ്. മൂത്താപ്പയാണെങ്കിൽ സമ്പന്നനുമല്ല, ദരിദ്രനുമാണ്, മുശ്രിക്കുമാണ്. എന്നാൽ മൂത്താപ്പ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടില്ല. മരിക്കാൻ നേരത്ത് പോലും മൂത്താപ്പ മാറിയിട്ടില്ല. പിന്നെ നാട്ടുകാരാണുള്ളത്. നാട്ടുകാരെല്ലാവരും കൈവിട്ടു. ഒരു മനുഷ്യൻ്റെ ഹൃദയം ഇടുങ്ങാനുള്ള എല്ലാ സാഹചര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. അവസാനം ഇനി മക്കയിലെ നാട്ടുകാർ ശരിയാണില്ലെങ്കിൽ കുടുംബക്കാരുണ്ട് അവിടെ തായിഫിൽ, എന്നാൽ ഓല് രക്ഷിച്ചോളും, ഓല് സമാധാനം നൽകും. അതാണല്ലോ നമ്മളെടുത്തുനിന്ന് ശരിയല്ലേ ഈ കുടുംബക്കാരെടുത്തുന്നെങ്കിലും ഓലെങ്കിലും ചെന്ന് അവിടെ കൂടിക്കോ എന്ന് പറയല്ലോ. അവിടെയും ചെന്ന് നോക്കുമ്പോൾ അവിടുന്ന് കല്ലെടുത്തെറിഞ്ഞാട്ടി. ഒരു മനുഷ്യന് സമാധാനം കേടാൻ വേറെന്താ ഉള്ളത്? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് കൊടുത്ത സമാധാനമാണ് അലം നശ്റഹ് ലക സദ്റക്, നിൻ്റെ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ, ഇടുങ്ങി പോയിട്ടില്ലല്ലോ. അപ്പം ശറഹു സദ്റാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതെപ്പോൾ കിട്ടും? അലാ ബിദിക്രില്ല, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരുന്നാൽ തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന് സമാധാനം കിട്ടും. അല്ലെങ്കിലോ ഒമൻ അഅറള അൻ ദിക്രി, എൻ്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, അവന് ഇടുങ്ങിയ ജീവിതമുണ്ട്. വനഹ്ശുറുഹു, അവൻ ഹസറ ഒരുമിച്ച് കൂട്ടി, മഹ്ശർ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം. നമ്മൾ മലയാളത്തിൽ പറയേണ്ട സാധനമാണ്. മഹ്ശറിലെത്തിയിട്ട് കാണാമെന്നറിയാലോ, ആണല്ലോ. നമുക്ക് മഹ്ശറിൽ വെച്ച് കാണാം ഇൻഷാ അല്ലാഹ്. അതാണ് ഹസറ യഹ്ശുറു. വനഹ്ശുറുഹു, അവനെ നാം ഒരുമിച്ച് കൂട്ടും യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ആഴ്മ, കണ്ണുപൊട്ടനായിട്ട് ഒരുമിച്ച് കൂട്ടും. മഹ്ശറിൽ വരുമ്പോൾ അവൻ അന്ധനായിരിക്കും. ഈ അന്ധത ഏതാണ് എന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് മുഫസ്സിരീങ്ങൾ പല രൂപത്തിലും അന്ധത പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നീ എൻ്റെ ശിക്ഷ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതുണ്ടല്ലോ. അതായത് ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് വൈദാറ അല്ലദീന ലലമു അൽ അദാബ, അക്രമികൾ അദാബ് കാണുമ്പോൾ അവർ പറഞ്ഞു പോകും ഒന്ന് തിരിച്ചു വരണമേ. വൈദാറ അല്ലദീന അശ്റകൂ ശുറക്കാഹും, പങ്കു ചേർത്ത ആളുകൾ, അവരുടെ പങ്കുകാരായിട്ടുള്ള ആളുകൾ അവരെ കയ്യൊഴിയുമ്പോൾ, വറ അൽ മുജരിമൂനൻ നാറ, അക്രമികൾ നരകം കാണുമ്പോൾ, വലൗ തറ ഇതിൽ മുജരിമൂന നാക്കിസൂർ ഊസിഹിം. അപ്പം അങ്ങനെയൊക്കെ കാണുക എന്നത് മുശ്രിക്കീങ്ങളും അവിശ്വാസികളും അള്ളാഹുവിൻ്റെ ശിക്ഷ കാണും, നരകം കാണും, അള്ളാഹുവിൻ്റെ കോപം കാണും എന്നൊക്കെ ഖുർആനിലുണ്ട്. അപ്പോൾ അവിടെ കാണുന്നുണ്ടല്ലോ പോലെ. എന്നാൽ വനാശ്റു യൗമൽ ഖിയാമത്തി ആയമ്മ, അന്ത്യദിനത്തിൽ കണ്ണുപൊട്ടന്മാരായി അവനെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറയുമ്പോൾ ഈ കണ്ണുപൊട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ കണ്ണുപൊട്ട് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നുള്ള പൊട്ട്.
വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മൻ. അവിശ്വാസികളായ ആളുകളെ ഖിയാമത്ത് നാളിൽ അവരുടെ മുഖത്തിന്മേൽ ഒരുമിച്ച് കൂട്ടും. ഉംയൻ കണ്ണുപൊട്ടന്മാരായി, വബുക്മൻ ഊമകളായി, വസുമ്മൻ കാതുപൊട്ടന്മാരായി. അപ്പോൾ അന്ധനായി, ഈ അന്ധതയെപ്പറ്റി ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് കണ്ണുപൊട്ടനാവും എന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടന്നെ ആണോ കാണാതിരിക്കുകയാണോ എന്ന് പറഞ്ഞാൽ കാണാതിരിക്കന്നെയാണ്, കണ്ണുപൊട്ടനായിരിക്കും. എന്നാലോ നരകവും ബാക്കിയുള്ളതൊക്കെ അല്ലാഹു തആല അവന് കാണിച്ചു കൊടുക്കും. അതൊരു ആലമുൽ ഗൈബിലുള്ള കാര്യമാണ്. അതിന് പിന്നെ വ്യാഖ്യാനിച്ചിട്ട് കണ്ണുപൊട്ടല്ല മനസ്സ് പൊട്ടാണ്. അവിടെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അതായത് കണ്ണുപൊട്ടനായിട്ടും ഊമയായിട്ടും കാതുപൊട്ടനായിട്ടും പരലോകത്ത് ഒരുമിച്ച് കൂട്ടും എന്നൊക്കെ പറയുമ്പോൾ അവനൊന്നും കേൾക്കൂല, മുണ്ടാനും കഴിയൂല. പിന്നെ അങ്ങനെ വിചാരണ ഉണ്ടല്ലോ, വിചാരണ ചെയ്യും, അവന് സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഇതിലേക്ക് വിടുക, കണ്ണുപൊട്ടാണോ. പക്ഷെ സഹിയായ ഹദീസിലും ഖുർആനിൻ്റെ വ്യക്തതയും അയ്മ എന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടൻ തന്നെയാണ്. അപ്പോൾ കണ്ണുപൊട്ടനായിട്ട് അവനെ അള്ളാഹു തആല പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. ഇവിടെയും പറയുന്നുണ്ട് ഒമൻകാന ഫീ ഹാദിഹി അഴ്മ. ഇനി അത് കണ്ണുപൊട്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അള്ളാഹു തആല അവനെ മോശമായി, ആ പാപ്പിയെ മോശമാക്കാൻ വേണ്ടി ഒരു കണ്ണുപൊട്ടനാക്കി കാണിച്ചു കൊടുക്കലായിരിക്കും. ഒരായത്തുണ്ട് ഒമൻകാന ഫീ ഹാദിഹി അഴ്മ ഫഹുവ ഫിൽ ആഖിറതി അഴ്മ വ അളല്ലു സബീല. ഈ ദുനിയാവിൽ ആരെങ്കിലും കണ്ണുപൊട്ടനായാൽ അവൻ ആഖിറത്തിലും കണ്ണുപൊട്ടനായിരിക്കും, എന്നിട്ട് അവൻ വഴിവേശനാകും എന്ന് പറയുമ്പോൾ ആ കണ്ണുപൊട്ട ഏതാ? ഇവിടെയുള്ള അന്ധന്മാരല്ലല്ലോ, പിന്നെന്താ? അത് ഇതാണ്. ഏത്? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഖിലൂന ബിഹാ. ഹൃദയമുണ്ട്, അതുകൊണ്ട് ചിന്തിക്കൂല. അയ്യുനുൻ ലാ യബ്സുറൂന ബിഹാ, കണ്ണുണ്ട് കാണൂല. ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുണ്ട് കേൾക്കൂല എന്ന് പറയുന്ന പൊട്ടത്തരം. അപ്പോൾ പൊട്ടത്തരം, സത്യം നേർക്കുനേരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുള്ള പൊട്ടത്തരം കാണിച്ചാൽ പരലോകത്തും പൊട്ടനായിരിക്കും എന്ന് പറഞ്ഞത് കണ്ണുപൊട്ടനാവും എന്ന് ഇവിടെ പറയുന്നു. മുഫസ്സിറുകൾ ആ വാക്കിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കണ്ണുപൊട്ടനായിരിക്കും എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒമൻകാന ഫീ ഹാദിഹി അഴ്മ. ഈ ലോകത്ത് ആരെങ്കിലും വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഴ്മ, ഖിയാമത്ത് നാളിൽ കണ്ണുപൊട്ടനായി അള്ളാഹു നാം അവനെ ഒരുമിച്ച് കൂട്ടും. ഖാല, അവൻ ചോദിക്കും അള്ളാഹുവിനോട്, റബ്ബി, എൻ്റെ രക്ഷിതാവേ. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, രക്ഷയില്ല. അള്ളാഹിനെ കണ്ടുമുട്ടുന്ന പരലോകത്ത് പോകാൻ അള്ളാഹിനോട് തന്നെ ചോദിക്കും, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ലിമ ഹശർത്തനി അഴ്മ, നീ എന്നെ എന്തിനു വേണ്ടി അന്ധനായി ഒരുമിച്ച് കൂട്ടി? ലിമ, എന്തിനാണ്? ഹശർത്തനി, നീ എന്നെ ഒരുമിച്ച് കൂട്ടിയത്? അഴ്മ, അന്ധനായിക്കൊണ്ട്. വഖദ് കുന്തു ബസീറ, ഞാൻ കണ്ണുള്ളവനായിരുന്നുവല്ലോ, കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ, നീ എന്തിനാണ് ഇവിടെ കണ്ണുപൊട്ടനാക്കി എന്നെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് അപ്പം ചോദിക്കും. അപ്പോഴാണ് അവന് അക്കിടി പറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹ് പറയും, ഖാല, അള്ളാഹു പറയും, കദാലിക, അപ്രകാരം തന്നെയാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണ്? അത്തത്തുക ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നു. ഫനസീതഹ, അപ്പോൾ അതിനെ നീ മറന്നു കളഞ്ഞു. നമ്മുടെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ ആയത്ത്, ആ ആയത്തനുസരിച്ച് ഇതാണ് ഹറാമ്, ഇതാണ് ഹലാല്, ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്നിങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ട് നീ അത് മറന്നുപോയില്ലേ എന്ന് പറഞ്ഞാൽ നീ അതിനെ അവഗണിച്ചില്ലേ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ മറവി നമുക്ക് കുറ്റമല്ല. ഒരാളൊരു കാര്യം മറന്നുപോയാൽ അതിനല്ല നമ്മളെ ശിക്ഷിക്കൂല. റുഫിയാൻ ഉമ്മത്തി അൽ ഖതഉ വൻ നിസിയാൻ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് പിഴച്ചു പോയതും മറന്നുപോയതും അതിൻ്റെ കുറ്റം അല്ലാഹു തആല ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഒരു കാര്യം മറന്നുപോയി, നോമ്പ് പോറ്റുകാണ്ട് മറന്നുപോയി ചായ കുടിച്ചാൽ നമ്മൾക്ക് ശിക്ഷിക്കപ്പെടില്ല. അല്ലെങ്കിൽ മറന്നുപോയി ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കപ്പെടില്ല. പിന്നെ ഈ നസീത്തഹ എന്ന് പറഞ്ഞാലോ, അതിനെ അവഗണിച്ചുകൊണ്ട് അവൻ മറന്നുപോയി. നസീത്ത, അള്ളാനെ മറന്നു എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അള്ളാനെ മറന്നു എന്ന് പറഞ്ഞാൽ അള്ളാനെ അവഗണിച്ചു. അതാ അത്തത്തുക ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നു. ഫനസീത്തഹ, അതിനെ നീ മറന്നുപോയി. വകദാലിക, അതേ പ്രകാരം അൽ യൗമ തുൻസ, ഇന്ന് നീയും മറവിയിലാക്കപ്പെട്ടു. നിന്നെ ഞാനും മറന്നു, നീ എന്നെ മറന്നില്ലേ. അപ്പം അള്ളാനെ നമ്മൾ ഓർത്താൽ അള്ളാഹ് നമ്മളെ ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും.
നിങ്ങളെന്നെ ഓർക്കുക. അത് ദുന്യാവിൽ വെച്ച് അത് കുറുക്കും. നിങ്ങളെ ഞാൻ ഓർക്കും. നിങ്ങളൊരു കൊടുക്ക് വരുമ്പോൾ നിങ്ങളെ ഞാൻ ഓർക്കും. നിങ്ങളെന്നോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഓർക്കും. പരലോകത്തും നിങ്ങളെ ഓർക്കും. ബന്ന ദിക്ർ ചെയ്തതാണ്, എന്നെ ഓർത്തവനാണെന്ന്. നേരെ മറിച്ചോ, നസീതഹ, എൻ്റെ ആയത്ത് വന്നിട്ട് നീ മറന്നുപോയാൽ വകദാലിക്കൽ യൗമ തുൻസ, ഇന്ന് നീയും മറവിയിലാക്കപ്പെടും. വകദാലിക, അപ്രകാരം നജ്സി, നാം ജസാ നൽകും, പ്രതിഫലം നൽകും. ആർക്ക്? മൻ അസ്റഫ, ഇസ്രാഫായവന്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ വഴിവിട്ടു, പരിധി വിട്ട് ജീവിച്ചവനെ. അസ്റഫ, പരിധി വിട്ട് ജീവിച്ചവനെ നാം പ്രതിഫലം നൽകും. വലം യുഅ്മിൻ ബി ആയാത്തി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാതിരിക്കുകയും ഇസ്രാഫ് നടത്തുകയും ചെയ്താൽ, പരിധി വിടുകയും ചെയ്താൽ നാം പ്രതിഫലം നൽകും. വല അദാബുൽ ആഖിറത്തി അശദ്ദു, പരലോകത്തിലെ ശിക്ഷയാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ. വ അബ്ഖാ, എന്നെന്നും ബാക്കിയാവുന്ന ശിക്ഷയും അതാണ് എന്ന് അവനോട് പറയും. പരലോകത്തെ ഒരവസ്ഥ അള്ളാഹുവിനോട് പറയും. അതുകൊണ്ട് പരലോകത്ത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നാം അവഗണിച്ച് ഇറാദ് ചെയ്യാതിരിക്കണം. അതെപ്പോഴും നാം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം എന്നും അള്ളാഹു തആല ഇതിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഇറാദ് എങ്ങനെയാണ് എന്ന് ഖുർആൻ മുഫസ്സിറുകൾ വിവരിച്ച് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.